ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നലെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൻ്റെ റീബ്രാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റായിരുന്നു. ഇപ്പോൾ ഉള്ള നിലവിലത്തെ പേരായിട്ടുള്ള എഫ് വേൾഡ് എന്ന് പറയുന്നൊരു പേര് മിസ്റ്റർ സ്റ്റാം എന്നുള്ള രീതിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റായിരുന്നു. അതിൽ നിങ്ങളുടെ ഒപ്പീനിയൻ ചോദിച്ചുകൊണ്ട് പോളായിരുന്നു ഇട്ടത്. അതിൽ 80% ആൾക്കാരും നെഗറ്റീവാണ് പോൾ ചെയ്തേക്കുന്നത്. അതായത് നിലവിലുള്ള പേര് മാറ്റണ്ടായില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മിസ്റ്റർ സ്റ്റാം എന്നുള്ള പേര് ഇഷ്ടമായില്ല എന്നുള്ളൊരു രീതിയിലാണ് പോളും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അതിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തേക്കുന്നത് ഇതായിരുന്നു: എന്തിനാണ് ചാനലിൻ്റെ പേര് മാറ്റുന്നത്, അല്ലെങ്കിൽ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടൊരു പേരാണ് വേണ്ടത് എന്നുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു വന്നത്. സോ അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ, ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു പേര് വേണമെന്നുള്ള രീതിയിൽ മാത്രമാണ് ഈ എഫ് വേൾഡ് അല്ലെങ്കിൽ എഫ് വേൾഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടൊരു പേര് എടുത്തിട്ടുള്ളത്. പിന്നെ പതിയെ ചാനലൊന്ന് ഗ്രോത്ത് ആവുന്ന അല്ലെങ്കിൽ റീച്ച് ആവുന്ന ടൈമിൽ ചാനലിൻ്റെ പേരൊന്ന് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നിലവിൽ വീഡിയോ ഇട്ട് പോയി ഒരു റീച്ചും കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിൽ ചേഞ്ച് ചെയ്യാന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. പക്ഷേ ചാനലിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെയധികം സ്പീഡിലായിരുന്നു. അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നീക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്ന് പറയുന്നതാണ് വാസ്തവം. ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ കൂടുതൽ അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ക്വാളിറ്റീൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ഫേസ് ക്യാമിൻ്റെ കാര്യത്തിലൊക്കെ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. സോ നിങ്ങളുടെ സജഷൻ ഇല്ലാതെ ഒരു കാര്യങ്ങളും നമ്മൾ ചേഞ്ച് ആക്കുന്ന ഒരു തരത്തിലുള്ള ചേഞ്ചും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചേക്കാം. അതിൽ നിങ്ങളെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു സജഷനും അല്ലെങ്കിൽ അഭിപ്രായം കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിഫൻസ് സ്ട്രോങ് ആക്കാൻ അല്ലെങ്കിൽ ബെറ്റർ ആക്കാൻ ആവശ്യമായിട്ടുള്ള 5ഓളം പോയിന്റ്സ് ആണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 പോയിന്റ്സ് ആണ്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലൂടെ. I'm sick of all the bad thoughts, people who are half-nots. You are not as tough as സോ ഗൈസ്, നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് നമ്മുടെ ഗെയിം പ്ലാൻ വെച്ചിട്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മുടെ LB-യിൽ ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്കും അതുപോലെ തന്നെ നമ്മുടെ RB-യിൽ ഒരു ഡിഫൻസീവ് ഫുൾ ബാക്കാണ്. ഒരുപാട് പേർ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ CB-യിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒന്നും അറിയണമെന്നില്ല. സോ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്, LB-യും RB-യും സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു ഡിഫൻസീവും ഒരു ഒഫൻസീവും ആയിട്ടുള്ള ഫുൾ ബാക്ക് ആയിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്ന് നോക്കണമെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ LB-യിൽ അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ LB-യുടെ തൊട്ട് സൈഡിലുള്ള CB എന്ന് പറയുന്നത് ഒരു ബിൽഡപ്പ് ആയിട്ടുള്ള ഒരു CB ആയിരിക്കണം എന്നുള്ളതാണ്. നമുക്കിവിടെ വേണ്ടേക്കിനെ കാണാം, ബിൽഡപ്പ് ആണ്. ഇങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഫുട്ബോളിൻ്റെ പ്ലെയർ മൂവ്മെൻറ്റ് മെയിനായിട്ട് എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു രണ്ട് പ്ലെയർ തമ്മിലുള്ള ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പ്ലെയർ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ പ്ലെയർ കുറച്ച് മുന്നോട്ട് കയറുന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ ഫുട്ബോളിലെ എല്ലാ പ്ലേസും തമ്മിൽ നമ്മൾ റിയൽ മാച്ചിൽ കാണുന്നത് പോലെ തന്നെ ഒരു പ്ലെയർ മറ്റൊരു പ്ലെയറുമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ എപ്പോഴും കീപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലെയർ ഇങ്ങനെ കയറുന്ന ടൈമിൽ നമ്മുടെ ബിൽഡപ്പ് CB ആയിട്ടുള്ള ഈ ഒരു CB ഇവിടെ തന്നെ നിൽക്കാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറിച്ച് നമ്മുടെ ബിൽഡപ്പ് CBയുടെ കൂടെ ഒരു ഡിഫൻസീവ് ഫുൾ ബാക്കിന് ഇട്ട് കഴിഞ്ഞാൽ ഡിഫൻസീവ് ഫുൾ ബാക്ക് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് തന്നെ കളിക്കും. അതുപോലെ തന്നെ ഈ ഒരു ബിൽഡപ്പ് CBനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മുടെ പെനാൾട്ടി ഏരിയയിൽ അല്ലെങ്കിൽ D ഏരിയയിൽ പുള്ളിക്കാരൻ എപ്പോഴും ഉണ്ടാവണം. എല്ലാവരും ബീറ്റ് ചെയ്ത് ബോളും കൊണ്ട് ഓപ്പോണന്റ് വരികയാണെങ്കിലും ഈ പറയുന്ന ബിൽഡപ്പ് CB ഇവിടെ ഉണ്ടായിരിക്കണം. ബോൾ ബ്ലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് ചെയ്യാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷേങ്കിൽ നമ്മൾ ബിൽഡപ്പ് CBനെ ഒരു ഡിഫൻസീവ് ഫുൾ ബാക്കിൻ്റെ കൂടെ ഇടുന്ന ടൈമിൽ ഡിഫൻസീവ് ഫുൾ ബാക്ക് ഇവിടെ നിന്ന് തന്നെ കളിക്കുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന CB കുറച്ചുകൂടി മുന്നോട്ടായിട്ട് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അത് ഞാൻ മുന്നേ പറഞ്ഞ പോയിന്റാണ്. രണ്ട് പ്ലെയർ തമ്മിലുള്ള ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഈ ഫുട്ബോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഡിഫൻസീവ് ഫുൾ ബാക്ക് ഇവിടെ ഉള്ളിടത്തോളം കാലം നമ്മുടെ ബിൽഡപ്പ് CB ആയിട്ടുള്ള ഈ ഒരു പ്ലെയർക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു പ്ലേയിങ് സ്റ്റൈലും കാര്യങ്ങളൊന്നും കാഴ്ചവെക്കാനാവത്തില്ല. അത് ഔട്ട് ഓഫ് പൊസിഷനായിട്ട് കുറച്ചുകൂടി മുന്നോട്ട് കയറി നിൽക്കുന്നതായിട്ടും നിങ്ങളുടെ ഡിഫൻസ് പൊട്ടുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങളുടെ ബിൽഡപ്പ് CBയുടെ കൂടെ ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്കിനെ നിങ്ങൾ ഇടുക എന്നുള്ളതാണ്. നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. നിങ്ങളുടെ ഡിഫൻസീവ് ഫുൾ ബാക്കിൻ്റെ കൂടെ എപ്പോഴും നിങ്ങൾ ഇടാൻ ശ്രമിക്കേണ്ടത് ഒരു ഡിസ്ട്രോയർ CB ആണ് എന്നുള്ളതാണ്. ഇതിൻ്റെ കാരണം ഞാൻ മുന്നേ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഒരു ഡിസ്ട്രോയർ CBയെ നിങ്ങൾ ഇടുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, ബിൽഡപ്പ് CB ഇവിടെ കവർ ചെയ്യുന്ന ടൈമിൽ ഡിസ്ട്രോയർ CB കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് പ്ലെയറെ പെട്ടെന്ന് തന്നെ ടാക്കിൾ ചെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി അഗ്രസീവോടെ നമുക്ക് നേരെ വരുന്ന അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെറുക്കാൻ ഈ ഒരു ഡിസ്ട്രോയർ CB കുറച്ചുകൂടി മുന്നോട്ടായിട്ട് അഗ്രസീവായിട്ട് കളിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ പറഞ്ഞ സെയിം റൂളാണ്. പ്ലെയർ തമ്മിലുള്ള ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഈ പ്ലെയർ കുറച്ച് മുന്നോട്ട് പോകുന്ന ടൈമിൽ നമ്മുടെ RB ആയിട്ടുള്ള ഡിഫൻസീവ് ഫുൾ ബാക്കിന് അതിൻ്റെ കൃത്യമായിട്ട് ഒരു പ്ലേയിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കും. ഈ പ്ലെയർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഈ ഒരു ഏരിയയിൽ ഈ പറയുന്ന നമ്മുടെ ഡിസ്ട്രോയർ CBയുടെ യഥാർത്ഥ പ്ലേയിങ് സ്റ്റൈലായിട്ടുള്ള കുറച്ച് മുന്നോട്ട് കയറി ഡിഫെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്ത് അല്ലെങ്കിൽ അഗ്രഷനോടെ ബോളും കാര്യങ്ങളൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഡിസ്ട്രോയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ട്രോയർ പ്ലേയിങ് സ്റ്റൈലിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഗുണവും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡിഫൻസീവ് ഫുൾ ബാക്കിൻ്റെ കൂടെ നിങ്ങൾ കളിപ്പിക്കണം എന്നുള്ളതാണ്. ഡിഫൻസീവ് ഫുൾ ബാക്ക് ഇവിടെ നിന്നാൽ മാത്രമേ ഡിസ്ട്രോയർ CB കൃത്യമായിട്ട് കയറുകയുള്ളൂ. അതുപോലെ തന്നെ ഡിസ്ട്രോയർ CB ഇവിടെ കയറിയാൽ മാത്രമേ നമ്മുടെ ഡിഫൻസീവ് ഫുൾ ബാക്ക് ഇവിടെ നിന്ന് കളിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലേയിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മുടെ നാലാമത്തെ പോയിന്റും. ഈ പറഞ്ഞ പോലെ LB-യിലും RB-യിലും ഒരു ഒഫൻസീവ് ആൻഡ് ഡിഫൻസീവ് ഫുൾ ബാക്കിനെ ഞാൻ ഇടണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ CB-യിലും ഞാൻ മുന്നേ പറഞ്ഞ സെയിം റൂളാണ്. ഒരു ബിൽഡപ്പ് ആൻഡ് ഡിസ്ട്രോയർ കോംബോ ആയിരിക്കണം. അതായത് ഈ പറയുന്ന ബിൽഡപ്പ്
ബിൽഡപ്പ് ഇവിടെ നിന്ന് തന്നെ കളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒഫൻസീവ് മാത്രം ഇങ്ങോട്ട് കയറിയിട്ട് കാര്യമില്ല, നിങ്ങളുടെ ഡിസ്ട്രോയർ കൂടെ മുന്നോട്ട് കയറിയാൽ മാത്രമേ ഈ പറയുന്ന ബിൽഡപ്പിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലേ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കളിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ കണക്റ്റഡ് ആണ്. ഒരു ബിൽഡപ്പ് ആൻഡ് ഡിസ്ട്രോയർ CB, നിങ്ങളുടെ ഒഫൻസീവ് ഫുൾ ബാക്കിൻ്റെ അരികെയായിട്ട് ഒരു ബിൽഡപ്പ് CB, അതുപോലെ തന്നെ നിങ്ങളുടെ ഡിഫൻസീവ് ഫുൾ ബാക്കിൻ്റെ കൂടെ ഒരു ഡിസ്ട്രോയർ CB. ഇതാണ് അതിൻ്റെ കോമ്പിനേഷൻ. എന്തുകൊണ്ടാണ് ഇടേണ്ടത്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ ഫീഡിംഗ് പോലെ ഇതുപോലെ സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഡിഫൻസ് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റ് ചെയ്യും. അത് എന്തുകൊണ്ടാണ് ഇടുന്നത്, അങ്ങനെ ചെയ്തുകൊണ്ട് എന്ത് ചേഞ്ച് ആണ് ഉണ്ടാവുക, എങ്ങനെയാണ് പ്ലെയർ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ പ്ലെയർ തമ്മിലുള്ള ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഗെയിമിൽ എഫക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയാൻ സാധിക്കത്തില്ല. സോ അതുകൊണ്ടാണ് ഇത്രയും നീട്ടി വലിക്കേണ്ടി വരുന്നത്, മറ്റൊന്നും കൊണ്ടുമല്ല. സോ നമ്മുടെ 5ാമത്തെ പോയിന്റ് നോക്കാം. നിങ്ങളുടെ കയ്യിൽ നിന്ന് ബോൾ ഇൻറ്റർസെപ്റ്റ് ആയ ഉടനെ തന്നെ നിങ്ങൾ പ്രസ് ചെയ്യുന്നു. ഇത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു മിഡ് ഏരിയയിൽ നിന്നാണ് ബോൾ ഇൻറ്റർസെപ്റ്റ് ആവുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് മിഡിലുള്ളൊരു പ്ലെയറെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രസ് ചെയ്യാം. മറിച്ച് നിങ്ങളുടെ കൺട്രോൾ എന്ന് പറഞ്ഞത് നമ്മുടെ CB അല്ലെങ്കിൽ ഈ പറയുന്ന LBയിലും RBയിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാരണവശാലും ഒന്നും നോക്കാതെ നിങ്ങൾ പ്രസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഈ പറഞ്ഞ ഡിഫൻസീവ് പ്ലേയേഴ്സിനെ കൊണ്ട് പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 90% നിങ്ങൾക്ക് ഉറപ്പായിരിക്കണം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബോൾ ഇൻറ്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കും. പ്ലെയർ സ്കില്ലിട്ടുകൊണ്ട് നിങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് കട്ട് ചെയ്ത് കയറില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ പ്രസ് ചെയ്യാൻ. അങ്ങനെ ഒരു ഉറപ്പും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മാച്ചപ്പാണ്. ഒരു കാരണവശാലും പ്രസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രമേ ഡിഫൻസീവ് പ്ലേയേഴ്സിനെ കൊണ്ട് പ്രസ് ചെയ്യാവൂ എന്നുള്ളതാണ്. നിങ്ങളുടെ കൺട്രോൾ മിഡിലുള്ള പ്ലേയേഴ്സിനാണ് അല്ലെങ്കിൽ DMFനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. CB ആണ് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയും കണ്ടും മാത്രമേ പ്രസ് ചെയ്യാവൂ. മറിച്ച് നിങ്ങൾ മാച്ചപ്പാണ് ചെയ്യേണ്ടത്. മാച്ചപ്പും പ്രസ്സിങ്ങും ഒരുപോലെ കൺട്രോൾ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ പറയുന്ന CBനെ നിങ്ങൾ ഡിഫൻസിലോട്ട് കളിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ മാച്ചപ്പ് ചെയ്യുന്ന ടൈമിൽ കുറച്ചൊക്കെ നിങ്ങൾ തന്നെ മാനുവലായിട്ട് കൺട്രോൾ ചെയ്യണം പ്ലേയേഴ്സിനെ. നിങ്ങളുടെ ഓപ്പോണന്റ് പ്ലേയേഴ്സിന്റെ പ്ലെയർ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു പ്ലെയർ എങ്ങോട്ടേക്ക് പാസ് കൊടുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അത്യാവശ്യം മാച്ചപ്പും കാര്യങ്ങളൊക്കെ മാനുവലായിട്ട് തന്നെ പ്ലേയേഴ്സിനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ 5 ടോപ്പിക്ക് പറഞ്ഞിട്ടുള്ളൂ. ഇനിയും പോയിന്റുകളും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. നമുക്കൊരു നെക്സ്റ്റ് പാർട്ടായിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഗൈസ് വൈൻഡ് അപ്പ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.